ഹായ് ഓൾ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. എൻ്റെ പേര് ശോഭിത്. ഞാൻ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യുന്നത് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഏരിയയിലെ ക്ലാസ്സുകളാണ്. ഇന്ന് ഞാൻ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഫിലോസഫീസ് ഓഫ് മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ അതിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ഏതൊരു സാധാരണക്കാരൻ്റെയും മനസ്സിൽ വരുന്ന ഒരു ചോദ്യം ഉണ്ടാവും, മാർക്കറ്റിങ്ങും സെല്ലിങ്ങും ഒന്ന് തന്നെയാണോ എന്നുള്ളത്. അത് ഞാനൊരു സ്റ്റുഡൻ്റ് ആയിരിക്കുന്ന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ എൻ്റെ ചെറുപ്പത്തിലും ഞാൻ കൊമേഴ്സ് പഠിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ മനസ്സിൽ വന്നിരുന്ന ഒരു ചോദ്യമാണ്. ഈ മാർക്കറ്റിംഗ് സെല്ലിങ് ഈ വാക്ക് ഞാൻ ഒത്തിരിയായിട്ട് കേൾക്കുന്നുണ്ട്. ഇത് രണ്ടും ഒന്ന് തന്നെയാണെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ അതിനൊരു ഒരു ഉത്തരം പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് ഇവിടെ നോക്കുമ്പോൾ അറിയാം, അമേരിക്കൻ മാർക്കറ്റിംഗ് അസോസിയേഷൻ കൊടുത്തിരിക്കുന്ന ഒരു ഡെഫിനിഷൻ ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അടുത്തൊരു സ്ലൈഡിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് മാർക്കറ്റിംഗിന്റെ തന്നെ ഗുരു എന്ന് പറയുന്ന അല്ലെങ്കിൽ മോഡേൺ മാർക്കറ്റിംഗിന്റെ ഫാദർ എന്നറിയപ്പെടുന്ന ഫിലിപ്പ് കോട്ട്ലർ നൽകുന്ന ഒരു ബൃഹത്തായ ഡെഫിനിഷനാണ്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, മാർക്കറ്റിംഗ് എന്ന് ഇവിടെ പറയുന്നത് ഒരു എൻറ്റയർ പ്രോസസ്സിനെയാണ്. അതായത് നമ്മളൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സ്, അത് തിങ്കിങ് സ്റ്റൈൽ ഉണ്ടാകുന്ന ഒരു പ്രോസസ്സ്. അതിനുശേഷം ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ആ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്നു, പ്രൊഡക്റ്റ് സെല്ല് ചെയ്തതിന് ശേഷം ആഫ്റ്റർ സെയിൽ സർവീസ് കൊടുക്കുന്നു. ഇങ്ങനെ ഒരു 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 പ്രൊഡക്റ്റിന്റെ എൻ്റെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളുടെയും കൂടി ചേരുന്നതിനെയാണ് നമ്മൾ എക്സാക്ട്ലി മാർക്കറ്റിംഗ് എന്ന് വിളിക്കുന്നത്. എന്നാൽ സെല്ലിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ആ മാർക്കറ്റിംഗിന്റെ അകത്ത് കാണുന്ന ഒരു ആസ്പെക്ട് മാത്രമാണ് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ സെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നിങ്ങൾ ഈ ഒരു പടം നോക്കി നിങ്ങൾക്ക് അതിന്റെ ക്ലിയർ കട്ട് ഡിഫറൻസ് മനസ്സിലാവും. നിങ്ങൾ ഒരുപാട് പ്രാവശ്യം ഈ കാര്യം ചെയ്തിട്ടുണ്ടാവും അല്ലെ? നിങ്ങളെ ഷോപ്പിൽ പോകുന്നു, നിങ്ങൾ പൈസ കൊടുക്കുന്നു, സാധനം മേടിക്കുന്നു. ഈ പിക്ചർ നോക്കുക, ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. നിങ്ങൾ ഷോപ്പിൽ പോകുന്നു, പൈസ കൊടുക്കുന്നു, സാധനം മേടിക്കുന്നു. ഇതാണ് എക്സാക്ട്ലി സെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ സെയിൽ ക്ലോസ് ചെയ്യുന്ന പ്രോസസ്സിനെ മാത്രമാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് സെല്ലിംഗ് എന്ന് വിളിക്കുന്നത്. എന്നാൽ നിങ്ങൾ ഇവിടെ കാണുന്ന ഒരു ആക്ടിവിറ്റി നോക്കുക, മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി നോക്കുക. അപ്പൊ അവിടെ അത് കുറച്ചുകൂടെ ബൃഹത്തായ ആക്ടിവിറ്റിയാണ്. അത് നിങ്ങളൊരു പ്രൊഡക്റ്റ് എന്ത് ഡെവലപ്പ് ചെയ്യണമെന്ന് തുടങ്ങി, ആ പ്രൊഡക്റ്റ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, എങ്ങനെ കോസ്റ്റ് കുറച്ച് ഡെവലപ്പ് ചെയ്യാം, എങ്ങനെ ഇഫക്റ്റീവ് ആയിട്ട് സെല്ല് ചെയ്യാം, എങ്ങനെ പ്രോപ്പർ ആയിട്ടുള്ള ആഫ്റ്റർ സെയിൽ സർവീസ് കൊടുക്കാം, എങ്ങനെ കസ്റ്റമേഴ്സിനെ റീറ്റെയിൻ ചെയ്യാം തുടങ്ങിയ എൻറ്റയർ ആക്ടിവിറ്റീസ്, ഒരു പ്രൊഡക്റ്റിന്റെ ലൈഫ് സ്റ്റേജിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഒരു ബിസിനസിന്റെ തന്നെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാകുന്ന എൻറ്റയർ ആക്ടിവിറ്റീസിനെ കൂടി ചേർക്കുന്നതാണ് എന്ത് മാർക്കറ്റിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ക്ലിയർ ആയിട്ടുള്ള ഒരു ഡിസ്റ്റിങ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സെല്ലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ജസ്റ്റ് ടു ലിക്വിഡേറ്റ് യുവർ എക്സിസ്റ്റൻസ് സ്റ്റോക്ക്. നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന കുറെ സാധനങ്ങളുണ്ട്, അത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? വിറ്റഴിക്കണം. അതിനെ മാത്രമാണ് സെല്ലിംഗ് എന്ന് വിളിക്കുന്നത്. എന്നാൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? യെസ്, സെല്ലിംഗ് ഈസ് ഓൾസോ എ പാർട്ട് ഓഫ് മാർക്കറ്റിംഗ്. പക്ഷേ അതിൽ മാത്രം നിൽക്കുന്നതല്ല, മറിച്ച് ഒരു കസ്റ്റമർക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ വേണ്ടുന്നത് അത് മനസ്സിലാക്കി ആ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുകയും അത് പ്രോപ്പറായിട്ട് സെല്ല് ചെയ്യുകയും അതിൽ നിന്നും ലാഭം ഉണ്ടാക്കുകയും അവർക്ക് വേണ്ടുന്ന ആഫ്റ്റർ സെയിൽ സർവീസുകൾ കൊടുത്ത് കസ്റ്റമേഴ്സിനെ റീറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്ന ആ എൻറ്റയർ ആക്ടിവിറ്റീസിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മാർക്കറ്റിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പം ഈ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഞാൻ പറഞ്ഞുകൊണ്ട് മാത്രം നമുക്ക് നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട ടോപ്പിക്കിലേക്ക് വരാം. അത് ഫിലോസഫീസ് ഇൻ മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ ഫിലോസഫീസ് ഇൻ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഓറിയന്റേഷൻ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും 5 തരത്തിലുള്ള മാർക്കറ്റിംഗ് ഓറിയന്റേഷൻ ആണ് മാർക്കറ്റിംഗ് സയൻസ് നമ്മളോട് പറയുന്നത്. ബേസിക്കലി 5 ടൈപ്സ് ഓഫ് ഓറിയന്റേഷൻ. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1 പ്രൊഡക്ഷൻ കോൺസെപ്റ്റ്, 2 പ്രൊഡക്റ്റ് കോൺസെപ്റ്റ്, 3 സെല്ലിംഗ് കോൺസെപ്റ്റ്, 4 മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് ആൻഡ് 5 സൊസൈറ്റൽ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്. ഇങ്ങനെ ഒരു 5 കോൺസെപ്റ്റുകളാണ് നമുക്ക് നിലവിലുള്ളത്. ഇതിലെ ആദ്യത്തെ 3 കോൺസെപ്റ്റുകളെ നമുക്ക് വേണമെങ്കിൽ ട്രഡീഷണൽ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് എന്ന് വിളിക്കാം. ഗ്രാജുവലി 4 and 5th പോയിന്റ്സ് നമ്മുടെ എന്താണ്? മോഡേൺ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് എന്ന് വിളിക്കാം. കാരണം ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ റെലവൻസ് ഉള്ളത് ഈ പറഞ്ഞ 4ഉം 5ഉം കോൺസെപ്റ്റുകൾക്കാണ്. മറ്റേതൊക്കെ ഒരു ഏജ് ഓൾഡ് കോൺസെപ്റ്റ്സ് ആയിട്ടാണ് ഇന്ന് അറിയപ്പെടുന്നത്. നമുക്ക് നോക്കാം എന്താണ് ഈ കോൺസെപ്റ്റ് എന്ന് 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് പ്രൊഡക്ഷൻ കോൺസെപ്റ്റ്. ഇപ്പോൾ പ്രൊഡക്ഷൻ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് 19th century ആൻഡ് ദ ബിഗിനിങ് ഓഫ് ദ 20th century നിലനിന്നിരുന്ന ഒരു പ്രധാനപ്പെട്ട മാർക്കറ്റിംഗ് ഓറിയന്റേഷൻ ആയിരുന്നു പ്രൊഡക്ഷൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതായത് സാധനം മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ ചീപ്പായിട്ട് പ്രൊഡ്യൂസ് ചെയ്യണം. നിങ്ങൾ സാധനം മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം? ചീപ്പായിട്ട് പ്രൊഡ്യൂസ് ചെയ്യണം. മറ്റേ ലോ കോസ്റ്റിൽ എന്ത് ചെയ്യണം? പ്രൊഡ്യൂസ് ചെയ്യണം. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറവായതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സാധനം കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റും. വില കുറവായതുകൊണ്ട് എന്ത് ചെയ്യും? ആൾക്കാർ സാധനം മേടിക്കും. ഇതായിരുന്നു അന്നത്തെ ഒരു നോർമൽ ഓറിയന്റേഷൻ, മാർക്കറ്റിംഗിലെ നോർമൽ ഓറിയന്റേഷൻ. വില കുറച്ച് സാധനം പ്രൊഡ്യൂസ് ചെയ്യുക, അത് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുക, അതുവഴി എന്ത് ചെയ്യുക? മാക്സിമം ലാഭം ഉണ്ടാക്കുക. നമ്മുടെ ആ ഒരു ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു 1920s വരെ നിലനിന്ന ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ് എന്ത്? പ്രൊഡക്ഷൻ കോൺസെപ്റ്റ് എന്ന് വിളിക്കുന്നത്. നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ ഒരു പോയിന്റ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. മാക്സിമൈസ് പ്രോഫിറ്റ് ബൈ മാക്സിമൈസിങ് സെയിൽസ്. ഈ ഒരു ടൈം പീരീഡിലെ മാർക്കറ്റേഴ്സിന്റെ എല്ലാം മന്ത്ര എന്ന് പറയുന്നത് തന്നെ ഇതായിരുന്നു. മാക്സിമൈസ് പ്രോഫിറ്റ് ബൈ മാക്സിമൈസ് സെയിൽ. മാക്സിമം സാധനം വിറ്റഴിക്കുക, അതുവഴി മാക്സിമം ലാഭം ഉണ്ടാക്കുക. അന്നത്തെ ഒരു ഓറിയന്റേഷൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം അന്ന് ആൾക്കാര് കൂടുതൽ
ക്വാളിറ്റി പ്രൊഡക്ട്സിനെ കുറിച്ചോ അല്ലെങ്കിൽ കൂടുതൽ സൊഫിസ്റ്റിക്കേറ്റഡ് പ്രൊഡക്റ്റിനെ കുറിച്ചോ അവർക്ക് ധാരണ കുറവായിരുന്നു. അവർക്ക് വേണ്ട ബേസിക് നീഡ്സ് ആയിരുന്നു. അപ്പൊ ആ ബേസിക് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയുള്ള പ്രൊഡക്റ്റ് വേണം. അവരുടെ ഒരുപാട് പൈസ ഇല്ല, എന്ത് ചെയ്യണം? അപ്പൊ പൈസ കുറച്ച് മാർക്കറ്റ് സാധനം കിട്ടണം. അപ്പൊ ഇതായിരുന്നു അന്നത്തെ ഒരു ഓറിയന്റേഷൻ. അതുതന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊഡക്ഷൻ കോൺസെപ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പം അന്നത്തെ കേസിൽ മാർക്കറ്റിന് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇത് മാത്രമേ ഉള്ളായിരുന്നു. ഏറ്റവും കുറഞ്ഞ ചെലവിൽ സാധനം പ്രൊഡ്യൂസ് ചെയ്യുക, അത് ആൾക്കാരിലേക്ക് എത്തിക്കുക. അങ്ങനെ ഏറ്റവും കുറഞ്ഞ ചെലവിൽ പ്രൊഡ്യൂസ് ചെയ്ത ആൾക്കാരിലേക്ക് എത്തിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു അന്ന് മാർക്കറ്റിൽ വിറ്റ് പോയിരുന്നത്. അപ്പം ഓരോ മാനേജേഴ്സിന്റെയും ഓരോ മാനേജ്മെന്റ് ടീമിന്റെയും അന്നത്തെ ഓറിയന്റേഷൻ എന്തായിരുന്നു? മാക്സിമം വില കുറച്ച് സാധനം പ്രൊഡ്യൂസ് ചെയ്യുക, അത് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുക, എന്നിട്ട് നമ്മുടെ ലാഭം കൂട്ടുക. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രൊഡക്ഷൻ കോൺസെപ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തൊരു സ്റ്റേജ് ആണ്, അല്ലെങ്കിൽ അതിന് ശേഷം ഡെവലപ്പ് ചെയ്തൊരു സ്റ്റേജ് ആണ് പ്രോഡക്റ്റ് കോൺസെപ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ പ്രോഡക്റ്റ് കോൺസെപ്റ്റിലേക്ക് പറയുമ്പോഴത്തേക്ക് ഇവിടെ നമ്മുടെ പ്രോഡക്റ്റിലാണ് ഫോക്കസ് ചെയ്തിരുന്നത്, റാദർ ദാൻ മാക്സിമൈസേഷൻ പ്രൊഡക്റ്റ്. നിങ്ങൾ ലാസ്റ്റ് സ്ലൈഡിൽ കണ്ടു എന്താണ്, പ്രൊഡക്റ്റ് നല്ല കോൺസെൻട്രേഷൻ കൊടുക്കുന്നത്, ചീപ്പ് പ്രൊഡക്റ്റിനാണ് കോൺസെൻട്രേഷൻ കൊടുക്കുന്നത്. ഇവിടെ ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഡക്റ്റിന് കോൺസെൻട്രേഷൻ കൊടുത്തു. നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഇൻഡസ്ട്രിയിലെ ബെസ്റ്റ് ആയിരിക്കണം. ഞാനൊരു ഇലക്ട്രോണിക് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഞാനൊരു മെഷീൻ ടൂൾ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ, ആ മെഷീൻ ടൂൾ ഡെവലപ്പ് ചെയ്യുന്നതിൽ ഇൻഡസ്ട്രിയിൽ കിട്ടാവുന്ന ഏറ്റവും ബെറ്റർ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള മെഷീൻ ടൂൾ ആയിരിക്കണം എൻ്റെ എന്നുള്ളതായിരുന്നു ഈ കാലഘട്ടത്തിലെ പ്രൊഡ്യൂസേഴ്സിന്റെ പ്രധാനപ്പെട്ട ഓറിയന്റേഷൻ. അപ്പൊ അവർ നോക്കിയിരുന്നത് എൻ്റെ പ്രൊഡക്റ്റിൽ എത്രയും പെട്ടെന്ന് ബെറ്റർ ആയിട്ടുള്ള ഫീച്ചേഴ്സ്, പ്രോഡക്റ്റ് ഫീച്ചേഴ്സ് കൊണ്ടുവരിക, കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് അതിനകത്ത് കൊണ്ടുവരിക. ഇതൊക്കെയായിരുന്നു ആ ഒരു കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഓരോ മാർക്കറ്റിന്റെ ഓറിയന്റേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ അവിടെ മാനേജേഴ്സ് എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന കാര്യം, ഏറ്റവും പെട്ടെന്ന് ഇന്നോവേഷൻ കൊണ്ടുവരുന്നത് എന്റെ കമ്പനിയിലായിരിക്കണം. എന്റെ കമ്പനിയിൽ എന്റെ സാധനത്തിൽ എന്ത് ചെയ്യണം, മറ്റ് കോമ്പറ്റീറ്റേഴ്സ് കൊണ്ടുവരുന്നതിനേക്കാളും കൂടുതൽ ഇന്നോവേഷൻ കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവരാൻ പറ്റുന്നതായിരിക്കും മാർക്കറ്റിൽ വിറ്റ് പോകുന്നുള്ളതായിരുന്നു ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഫിലോസഫി. അപ്പൊ അതുകൊണ്ട് തന്നെ മാർക്കറ്റേഴ്സ് എല്ലാം തന്നെ കൂടുതലും ഇന്നോവേറ്റീവ് ആകാനായിട്ട് ശ്രദ്ധിച്ചിരുന്നു. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവര് ഈ ഒരു ഹൈ ഇന്നോവേഷനിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ മാർക്കറ്റിന് എക്സാക്ട്ലി ആ ഡിമാൻഡ് വേണോ, മാർക്കറ്റ് ഡിഡ് ദ മാർക്കറ്റ് ഈസ് റെഡി ടു മൂവ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവർ തിങ്ക് ചെയ്യാതെയാണ് എന്ത് ചെയ്തെന്ന് ഈ ആൾക്കാരെല്ലാം തന്നെ ഈ സാധനങ്ങൾ വിറ്റഴിക്കാൻ ശ്രമിച്ചിരുന്നത്, പുതിയ ഇന്നോവേറ്റീവ് കൊണ്ടുവന്നിട്ട് വിറ്റഴിക്കാനായിട്ട് ശ്രമിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പല പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ വരികയും അത് ഫ്ലോപ്പ് ആയി പോവുകയും ചെയ്തിട്ടുണ്ട്. ഇതിനകത്തൊരു ലിമിറ്റേറ്റിംഗ് പോയിന്റ് ആണത്. ഒരുപാട് നന്മകളൊന്നും ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർക്ക്, ഒരുപാട് കമ്പനികൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാനും പറ്റിയിട്ടുണ്ട്. എങ്കിൽ പോലും ഇവിടെ ഫേസ് ചെയ്തിരുന്ന ഒരു ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത് ഇതായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് കുറച്ചധികം മാർക്കറ്റ് റെഡി ആകുന്നതിന് മുമ്പ് എന്ത് ചെയ്യുന്നു, ഹൈലി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരികയും അത് മാർക്കറ്റ് അക്സെപ്റ്റ് ചെയ്യാതെ ഫ്ലോപ്പ് ആയി പോവുകയും ചെയ്തു. അതിനൊരു നല്ല ഉദാഹരണമാണ് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം, ഗോൾഡൻ ഐ ടെക്നോളജി. ഗോൾഡൻ ഐ ടെക്നോളജി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിഷൻ പ്രോപ്പർ ആയിട്ട് ടി വി എന്നുള്ള സിഗ്നൽസ് നല്ല രീതിയിൽ നിങ്ങളുടെ കണ്ണിലേക്ക് കിട്ടുകയും നിങ്ങളുടെ കണ്ണിന് അത് അഫക്ട് ചെയ്യാത്ത രീതിയിൽ ഗോൾഡൻ ഐ ടെക്നോളജി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുള്ളത് LG എന്ന് പറഞ്ഞ കമ്പനി വന്ന് അത് മാർക്കറ്റ് ചെയ്തപ്പോഴായിരിക്കും. പക്ഷേ അതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഗോൾഡൻ ഐ ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്ത വീഡിയോകോൺ എന്ന് പറഞ്ഞ കമ്പനിയാണ്. പക്ഷേ ആ ഒരു വീഡിയോകോൺ എന്ന് പറഞ്ഞ കമ്പനി ഇനീഷ്യലി തന്നെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നോക്കി, അവരതൊരു എന്താണ് മാർക്കറ്റിൽ ഒരു പഞ്ച് വേർഡ് ആക്കാൻ നോക്കി. പക്ഷേ അന്ന് മാർക്കറ്റിനെ അത് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തില്ല. അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് മാർക്കറ്റ് അതിന് വേണ്ടി റെഡി അല്ലായിരുന്നു, ആ ഒരു മൂവിലേക്ക് പോകാനുള്ള റെഡിയിലല്ലായിരുന്നു മാർക്കറ്റ്. അത് തന്നെയായിരുന്നു അവിടുത്തെ പ്രശ്നം. എന്നാൽ അതിനുശേഷം വന്നൊരു കോണ്ടെക്സ്റ്റിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള റിസർച്ച് അതിനകത്ത് ചെയ്തിട്ട് LG ലേറ്റർ സ്റ്റേജിൽ ഈ ഗോൾഡൻ ഐ എന്ന് പറഞ്ഞ ടെക്നോളജി കൊണ്ടുവരികയും അതിന്റെ ഭാഗമായിട്ട് ഇത് ഒരു സമയത്ത് ഈ LG TV നിലനിർത്തിയ അവരുടെ USP ആയിട്ട് മാറുകയും ചെയ്തു. അപ്പൊ അതാണ് നിങ്ങൾ ഇവിടെ നോക്കേണ്ടത്. അപ്പൊ പ്രൊഡക്റ്റിൽ മാക്സിമം ഓറിയന്റേഷൻ കൊടുക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രാധാന്യം. അതിന് മാക്സിമം ഇന്നോവേഷൻ കൊടുക്കുന്നു. പക്ഷെ അവർ മാർക്കറ്റിനെ കുറിച്ച് പ്രോപ്പറായിട്ട് സ്റ്റഡി ചെയ്യാതെയാണ് അവർ മാക്സിമം ഇന്നോവേഷൻ കൊടുക്കാനായിട്ട് ശ്രമിച്ചിരുന്നുള്ളത് ഇതിന്റെ ഒരു ലിമിറ്റേറ്റിംഗ് പോയിന്റും കൂടിയാണ്. നമുക്ക് അടുത്ത ഓറിയന്റേഷൻ ഫിലോസഫിയിലേക്ക് പോവാം. അത് സെല്ലിംഗ് കോൺസെപ്റ്റ് ആണ്. അപ്പം സെല്ലിംഗ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. സാധനം എന്ത് ചെയ്യുക, സെല്ല് ചെയ്യുക. മാർക്കറ്റിൽ നിങ്ങൾ ഉണ്ടാക്കിയ സാധനം എത്രയും പെട്ടെന്ന് സെല്ല് ചെയ്യുക, അതുവഴി എന്ത് ചെയ്യുക, ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഒരു സെല്ലിംഗ് കോൺസെപ്റ്റിന്റെ ഫിലോസഫി. പക്ഷേ ഈ ഒരു ഫിലോസഫി നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇതൊരു നെഗറ്റീവ് ഫിലോസഫിയാണ്. കാരണം ആൾക്കാർക്ക് വേണോ വേണ്ടയോ എന്ന് നോക്കാതെ തന്നെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, മാക്സിമം സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മാക്സിമം സർവീസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എന്നിട്ട് അത് സെല്ല് ചെയ്യാനായിട്ടാണ് നോക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഇൻഹറന്റ് ലിമിറ്റേഷൻ ഈ എൻ്റയർ പ്രോസസ്സിലുണ്ട്. ഇതിന് ഏറ്റവും ഒരു നല്ല ഉദാഹരണം പറയുവാണെങ്കിൽ നിങ്ങൾക്കറിയാം ഇൻഷുറൻസ്. അപ്പം ഇൻഷുറൻസ് ഏജന്റുമാരെ വെച്ചേക്കുന്നതും ഇൻഷുറൻസ് ഏജന്റുമാർ നിങ്ങളുടെ തലയിൽ ഓരോ പോളിസികളും കെട്ടിയേൽപ്പിക്കാൻ നോക്കുന്നതും നിങ്ങൾക്കായിട്ട് കാണാം. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഇത്രയോ അധികം ഇൻഷുറൻസിന്റെ ആവശ്യം ഒരുപക്ഷെ ജനങ്ങൾക്കില്ല.
ജനങ്ങൾക്കുള്ളതാണെങ്കിൽ അവരെന്ത് ചെയ്യും, അവർ ആവശ്യപ്പെട്ട് പോയി മേടിക്കും. പക്ഷെ അവർക്ക് ആവശ്യമുള്ളതിനേക്കാളും കൂടുതൽ ഇൻഷുറൻസുകൾ എന്ത് ചെയ്യാനായിട്ടാണ് ഈ പല ഇൻഷുറൻസ് ഏജന്റുമാരും ശ്രമിക്കുന്നത്, സെൽ ഓഫ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, പല പല ഫീച്ചേഴ്സ് പറയുന്നു, ഓരോ കാര്യങ്ങൾ വന്നിട്ട് എന്ത് ചെയ്യുന്നു, നിങ്ങളിലേക്ക് ആ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ ഒരു സർവീസ് നിങ്ങളെ കൊണ്ട് ബൈ ചെയ്യിപ്പിക്കാൻ വേണ്ടി നോക്കുന്നു. പക്ഷേ അവിടെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു നെഗറ്റീവ് മാർക്കറ്റിംഗ് അപ്രോച്ച് ആണെന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രാധാന്യം. കാരണം മാർക്കറ്റിന്റെ യഥാർത്ഥ ഡിമാൻഡ് മനസ്സിലാകാതെയാണ് എന്ത് ചെയ്യുന്നത്, ഇവർ സാധനങ്ങൾ അല്ലെങ്കിൽ സർവീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മാർക്കറ്റിന് ഇത് ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ മാർക്കറ്റിന് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതലാണ് നിങ്ങൾ പ്രൊഡ്യൂസ് വെക്കുന്നതെങ്കിൽ അൾട്ടിമേറ്റ്ലി ഒരു ലോങ് ടേമിൽ അത് മാർക്കറ്റ് കൺസ്യൂം ചെയ്യില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത. നിങ്ങൾക്ക് ഈ ഇടയ്ക്ക് നടന്നിട്ടുള്ള കുറച്ച് സിറ്റുവേഷൻ നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. നിങ്ങൾക്ക് ബൈജൂസ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. അപ്പൊ അവർ ഉപയോഗിച്ചിരുന്ന ഒരു അഗ്രസീവ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. വളരെ അഗ്രസീവ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരു ഇനീഷ്യൽ പോയിന്റിൽ അവർക്ക് നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കാൻ പറ്റി. പക്ഷെ അതിനുശേഷം അവർക്ക് ആ മാർക്കറ്റിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല. കാരണം അവര് സ്റ്റുഡൻസിന്റെ ഓരോ പേരൻസിനെയും വിളിച്ചിട്ട് അവർ ഓരോ അഗ്രസീവ് മാർക്കറ്റിംഗ് അപ്രോച്ച് നടത്തിക്കൊണ്ടാണ് അവരുടെ പല പ്രൊഡക്ട്സും സെല് ചെയ്യാനായിട്ട് ശ്രമിച്ചത്. അതിനൊക്കെയുള്ള സസ്റ്റൻസ് എന്ന് പറഞ്ഞ ഒരു ഇനീഷ്യൽ ഫേസ് മാത്രമാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നെഗറ്റീവായിട്ട് ആൾക്കാർ കാണും, അതിനെന്തുണ്ടാകില്ല, ഒരു ലോങ് ടേം സർവൈവൽ ഉണ്ടാകില്ല. ഇതാണ് സെല്ലിംഗ് കോൺസെപ്റ്റിന്റെ അല്ലെങ്കിൽ സെല്ലിംഗ് ഫിലോസഫി ഇൻ മാർക്കറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് അടുത്ത ഒരു കോൺസെപ്റ്റിലേക്ക് പോവാം. ഒബിയസ്ലി അതിലേക്ക് പോകുന്നതിന് മുമ്പാണ് നിങ്ങൾ ഈ ഒരു പോയിന്റ് ഒന്ന് ശ്രദ്ധിക്കുക. ദ എയിം ഈസ് ടു സെൽ വാട്ട് ദ കമ്പനി മേക്സ് റാദർ ദാൻ മേക്കിംഗ് വാട്ട് ദ മാർക്കറ്റ് വാണ്ട്. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. അതായത് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആസ് എ കമ്പനി ഓർ ആസ് എ സർവീസ് പ്രൊവൈഡർ നിങ്ങൾ എന്തിലാണോ ബെറ്റർ ആയിരിക്കുന്നത് അത് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. യെസ്, ഗുഡ് ഫ്രം യുവർ പോയിന്റ്, പക്ഷെ നോട്ട് ഗുഡ് ഫ്രം ദ മാർക്കറ്റ്സ് പോയിന്റ്. മാർക്കറ്റിന് എന്ത് വേണമെന്ന് അറിഞ്ഞിട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങൾ റിയൽ മാർക്കറ്റർ ആകുന്നത്. അപ്പൊ അങ്ങനെ ഇല്ലാതെ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരുന്നത്, ഇങ്ങനെ അഗ്രസീവ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉപയോഗിച്ച് നിങ്ങളുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് സെല് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അപ്പൊ ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലൊന്ന് ഓർത്തിരിക്കുക. ഇപ്പൊ ഞാൻ പറഞ്ഞു തീർത്ത ഈ ഒരു 3 കോൺസെപ്റ്റുകൾ, അതായത് പ്രൊഡക്ഷൻ കോൺസെപ്റ്റ്, പ്രോഡക്റ്റ് കോൺസെപ്റ്റ് ആൻഡ് സെല്ലിംഗ് കോൺസെപ്റ്റ്, ഈ 3 കോൺസെപ്റ്റുകളെയും ട്രഡീഷണൽ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് അടുത്ത ഒരു കോണ്ടെക്സ്റ്റിലും പോവാം. അത് മോഡേൺ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് എന്ന് അറിയപ്പെടുന്ന കോൺസെപ്റ്റ് ആണ്. അത് മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് ആണ്. ഇവിടെ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ നേരത്തെ സെല്ലിങ്ങിൽ കണ്ടിരുന്ന ആ ലിമിറ്റേഷൻ അല്ലെങ്കിൽ പ്രൊഡക്ഷനിൽ കണ്ടിരുന്ന ലിമിറ്റേഷൻ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് മാർക്കറ്റിന് എന്താണോ വേണ്ടത്, സോ വാട്ട് ഇസ് എ റിയൽ നീഡ് ഓഫ് ദ മാർക്കറ്റ്, മാർക്കറ്റിന്റെ റിയൽ നീഡ് എന്താണെന്ന് മനസ്സിലാക്കി അത് പ്രൊഡ്യൂസ് ചെയ്യുകയും അത് ആൾക്കാരിലേക്ക് പ്രോപ്പർ ആയിട്ട് സെല്ല് ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇന്ന് സൊസൈറ്റിയിൽ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ആ സൊസൈറ്റിയിലെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി ആ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ ആയിട്ട് നിങ്ങൾ പ്രോഡക്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ സർവീസ് ഇറക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അവിടെ ലോങ് ടേമിൽ സസ്റ്റൈനൻസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ കണ്ടിരുന്ന ഒരു എക്സാമ്പിൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും സൈലം. അപ്പം സൈലത്തിൽ മിസ്റ്റർ അനന്തു ചെയ്തിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം അവിടെ ചെയ്തിരുന്ന പറഞ്ഞാൽ മാർക്കറ്റിൽ റെലവൻസ് ഉണ്ട്, മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിന് റെലവൻസ് ഉണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ട് അദ്ദേഹം ചെയ്തത് എന്ത് ചെയ്യുന്നു, വളരെ അഫോർഡബിൾ ആയിട്ടുള്ള കോസ്റ്റിൽ എന്ത് ചെയ്തു, പ്രോഡക്റ്റ് ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് ശ്രദ്ധിച്ചു. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഒരു ലോങ് ടേം കസ്റ്റമർ ബേസിനെ അവിടെ ഉണ്ടാക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ അദ്ദേഹം അവിടെ ഒരു പ്രോപ്പർ റിസർച്ച് നടത്തി. മാർക്കറ്റിലുള്ള മറ്റ് കോമ്പറ്റീറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നതിന്റെ കോഴ്സ് അഫോർഡബിൾ അല്ല, കോഴ്സ് ഫീ അഫോർഡബിൾ അല്ല. ഇദ്ദേഹം ഇവിടെ എന്ത് ചെയ്തു, അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കോഴ്സ് ഫീ കോഴ്സ് ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഒരുപാട് ആൾക്കാരെ കിട്ടുകയും അതുവഴി ഇദ്ദേഹത്തിന് നല്ല രീതിയിലേക്കുള്ള ലാഭത്തിലേക്ക് മൂവ് ചെയ്യാനായിട്ട് പറ്റി. ഇതാണ് മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്. അതായത് മാർക്കറ്റിന് എന്ത് വേണം, മാർക്കറ്റിലെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് എക്സാക്ട്ലി ആ പ്രശ്നം സോൾവ് ചെയ്യാനായിട്ടുള്ള ഒരു സൊല്യൂഷൻ ആയിട്ട് നിങ്ങളുടെ പ്രോഡക്റ്റിനെ ലോഞ്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റിനെ സെല് ചെയ്യുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്, മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ തിയോഡോർ ലെവിറ്റ് എന്ന് പറയുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് ഗുരുവാണ്. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു വാക്ക് വളരെ പ്രധാനമാണ് ഇവിടെ. സെല്ലിംഗ് ഫോക്കസ് ഓൺ ദ നീഡ്സ് ഓഫ് സെല്ലർ ആൻഡ് മാർക്കറ്റിംഗ് ഫോക്കസ് ഓൺ ദ നീഡ്സ് ഓഫ് ദ ബയർ. ഇതാണ് ഇവിടെ പ്രധാനം. സെല്ലിംഗ് കോൺസെപ്റ്റിലാണെങ്കിൽ ആസ് എ സെല്ലർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ആസ് എ പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ എൻ്റെ നീഡ് എന്താണെന്ന് മനസ്സിലാക്കി അത് ഞാൻ വിൽക്കാനാണ് നോക്കുന്നത്. പക്ഷേ മാർക്കറ്റിംഗ് കോൺസെപ്റ്റിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഫിലോസഫിയാണ് ഇവിടെ ഉള്ളത്. മാർക്കറ്റിന്റെ നീഡ് എന്താണെന്ന് മനസ്സിലാക്കി അതിനുള്ള സൊല്യൂഷൻ ആയിട്ട് ഞാൻ എൻ്റെ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ സർവീസ് ഡെവലപ്പ് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ എൻ്റെ ആൾക്കാരിലേക്ക് അല്ലെങ്കിൽ ബയേഴ്സിലേക്ക് വിൽക്കാനായിട്ട് ശ്രമിക്കുന്നു. സോ ഒബ്വിയസ്ലി ഇറ്റ് ഹാസ് ഇറ്റ് സസ്റ്റനൻസ്. അതുകൊണ്ട് തന്നെ ഇതിനവിടെ ഒരു സസ്റ്റനൻസ് ഉണ്ട്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, നിങ്ങൾ എല്ലാവരും ഒരുപാട് വർഷം കേട്ടുള്ള കോണ്ടെക്സ്റ്റ് തന്നെയാണ് കിങ്. കൺസ്യൂമർ ആണ് അല്ലെങ്കിൽ കസ്റ്റമർ ആണ് കിങ് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ കസ്റ്റമർ ആണ് കിങ് എന്നുള്ള ആ വേർഡ് വളരെ അർത്ഥവത്താക്കുന്ന മാർക്കറ്റിംഗ് ഫിലോസഫിയാണ് ഈ പറയുന്ന മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് എന്ന് വിളിക്കുന്നത്.
ഇപ്പോൾ നമുക്ക് അടുത്തത് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കറന്റ്ലി ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയപ്പെടുന്ന അല്ലെങ്കിൽ ചെയ്യണമെന്ന് പറയുന്ന മാർക്കറ്റിംഗ് ഓറിയന്റേഷൻ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഫിലോസഫിയാണ് സൊസൈറ്റൽ മാർക്കറ്റിംഗ് കൺസെപ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇത് മാർക്കറ്റിംഗ് കോൺസെപ്റ്റിന്റെ ഒരു പടിയും കൂടെ മുന്നിലാണ്, ജസ്റ്റ് വൺ സ്റ്റെപ്പ് അഹെഡ്. അതിന് പറയാനുള്ള കാരണം ഇത്രയേ ഉള്ളൂ. സൊസൈറ്റൽ മാർക്കറ്റിംഗിൽ നമ്മൾ സൊസൈറ്റി ആസ് എ ഹോൾ ഇതിനെ മനസ്സിലാക്കി സൊസൈറ്റൽ നീഡ്സ്, എൻവയോൺമെന്റൽ നീഡ്സ് ആൻഡ് കമ്പനീസ് നീഡ്സ്. നമ്മൾ ഈ മൂന്നും നോക്കുന്നു. എൻവയോൺമെന്റൽ നീഡ്സ്, സൊസൈറ്റൽ നീഡ്സ് ആൻഡ് കമ്പനീസ് നീഡ്സ്. ഒബ്വിയസ്ലി കമ്പനീസിന് എന്ത് വേണം? പ്രോഫിറ്റ് വേണം. അതില്ല ഒരു കമ്പനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ സമൂഹവും വളരണം, നമ്മുടെ സമൂഹത്തിൽ സുസ്ഥിരമായ വളർച്ച ഉണ്ടാകണം എന്ന് മനസ്സിലായിക്കൊണ്ട് നിങ്ങളൊരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് മാർക്കറ്റ് ചെയ്യുകയും അത് പ്രോപ്പർലി സെല്ല് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് എന്ത് വിളിക്കുന്നത്? സൊസൈറ്റൽ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവിടെ സുപ്പീരിയർ ആയിട്ട് വരുന്നത് എന്താണ്? കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ എൻവയോൺമെന്റിനുള്ള ഒരു സർവീസ് വാല്യൂ ഒപ്റ്റിമൈസേഷൻ. അതാണ് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടും വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ ഒന്ന് ഈ ഒരു സ്ലൈഡിൽ ഒന്നുകൂടി ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് ഒരു ട്രിപ്പിൾ ബോട്ടം ലൈൻ അപ്രോച്ച്, അതായത് നമ്മൾ സസ്റ്റൈനബിൾ എല്ലാം കാണാറുള്ളത് പോലെ തന്നെ ഒരു ട്രിപ്പിൾ ബോട്ടം ലൈൻ അപ്രോച്ച് എന്ന രീതിയിൽ കൺസിഡർ ചെയ്യാവുന്ന ഒരു ഓറിയന്റേറ്റഡ് ഫിലോസഫിയാണ് സൊസൈറ്റൽ മാർക്കറ്റിംഗ് കൺസെപ്റ്റ്. അവിടെ പ്രധാനമായിട്ടും 3 ആസ്പെക്ടുകളാണുള്ളത്: സൊസൈറ്റി, കൺസ്യൂമേഴ്സ് ആൻഡ് കമ്പനി. സൊസൈറ്റി, കൺസ്യൂമേഴ്സ് ആൻഡ് കമ്പനി. ഒബ്വിയസ്ലി കമ്പനിക്ക് എന്ത് വേണം? പ്രോഫിറ്റ് വേണം. നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആസ് എ ബിസിനസ്മാൻ നിങ്ങൾ ലാഭത്തിന് വേണ്ടി തന്നെയാണ്, നോ ഡൗട്ട്. പക്ഷെ നിങ്ങൾ ലാഭം ഉണ്ടാക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു? സൊസൈറ്റിക്ക് അതിൻ്റെ ഒരു വിഹിതം കൊടുക്കുന്നു ഇൻ ടേംസ് ഓഫ് ഹ്യൂമൻ വെൽഫെയർ. ഒരു റിട്ടേൺ നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ അവർക്ക് കൊടുക്കുന്നു. കൺസ്യൂമേഴ്സ് എന്ത് കൊടുക്കുന്നു? അവർക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു? അവരെ സെൽഫ് സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ് ആയിട്ട് അവരെ നിങ്ങളുടെ എൻറ്റയർ വാല്യൂ ചെയിനിൽ നിലനിർത്താൻ ശ്രമിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് തന്നെയാണ് വീണ്ടും അതിന്റെ അഡ്വാൻറ്റേജ് കിട്ടുന്നത്. കാരണം ഇവർ വീണ്ടും റിപ്പീറ്റഡ് പർച്ചേസിലേക്ക് പോകുന്നു. അപ്പൊ നിങ്ങളുടെ കമ്പനി ആസ് എ ഹോൾ എൻറ്റയർലി വളരുന്നു. ഇത് പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള മാർക്കറ്റിംഗ് ഫിലോസഫിയാണ് സൊസൈറ്റൽ മാർക്കറ്റിംഗ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഡെവലപ്പ് ചെയ്തേക്കുന്ന ഫിലിപ്പ് കോട്ട്ലറാണ്. അപ്പം അദ്ദേഹം 1972 അറൌണ്ട് 50 years ബാക്ക് തന്നെ പ്രപ്പോസ് ചെയ്ത ഒരു കൺസെപ്റ്റ് ആണ്. പക്ഷെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഈ ഒരു ലേറ്റർ കോണ്ടെക്സ്റ്റ് ലാസ്റ്റ് 15-20 years ഡൗൺ ദ ലൈനിലാണ് ഇതിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കിട്ടിയേക്കുന്നത്. റൈറ്റ്. അപ്പോൾ നമുക്ക് എന്താണ് സൊസൈറ്റൽ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് എന്നുകൂടി ഒന്ന് എക്സാക്ട്ലി സമ്മപ്പ് ചെയ്ത് നിർത്താം. സി, ദ നീഡ്സ് പ്ലസ് സൊസൈറ്റീസ് നീഡ് ഈക്വൽ ബെറ്റർ ബിസിനസ്. ഇതാണ് നിങ്ങൾ എൻറ്റയർലി മനസ്സിലാക്കണം. നിങ്ങൾ എൻറ്റയർ മാർക്കറ്റർ എന്നുള്ള രീതിയിൽ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. എൻ്റെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യണം, പ്ലസ് എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ സൊസൈറ്റിയുടെയും അല്ലെങ്കിൽ ഞാൻ ഭാഗമായിരിക്കുന്ന എൻ്റെ സൊസൈറ്റിയുടെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനെ ആകുമ്പോഴാണ് ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ എൻറ്റയർ ബിസിനസ് സക്സസ് ആയിട്ട് മാറുന്നത്. സോ ഇത്രയും പറഞ്ഞിട്ട് എൻ്റെ സെഷൻ അവസാനിപ്പിക്കുന്നു. നമുക്ക് വീണ്ടും അടുത്ത സെഷനിൽ കാണാവുന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.